തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഉൾപ്പിരിവുകളാണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. തിരുവനന്തപുരം, കൊല്ലം, വയനാട്, ഇടുക്കി, കോഴിക്കോട് ഈ 4 ജില്ലകളാണ് നമ്മൾ കടന്നുപോയ ജില്ലകൾ. ഇതിൽ കോഴിക്കോടിൻ്റെ ചില അവശിഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് ശൂരനാടിന് ഒരു നിർബന്ധമുണ്ട്. ഒരുപക്ഷെ ആ കാർഡുകളിലേക്ക് നമുക്കിന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. കോഴിക്കോട് പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് നമ്മൾ ഉയർത്തി കാണിച്ചത് ഇതൊക്കെയാണ്. സർക്കാരുകളിലെ അവഗണന, ലൈറ്റ് മെട്രോ വാഗ്ദാനം, റോഡ് വികസനം കടലാസിൽ മാത്രം. അടുത്തത് വിമാനത്താവളത്തിൻ്റെ അടച്ചുപൂട്ടൽ ഭീഷണി, കസ്തൂരിരംഗൻ റിപ്പോർട്ട്, BJP കോൺഗ്രസ് ബന്ധം, ഒരാക്ഷേപം അവിടെ വ്യാപകമായിട്ട് വരും. ഇതാണ് നമ്മൾ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ. മറ്റ് SRS ഈ വിഷയങ്ങളെക്കുറിച്ച് ആക്ഷേപമില്ലല്ലോ. ഏറെക്കുറെ ഈ വിഷയങ്ങളൊക്കെ അല്ല, അത് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അവിടെ ഇത് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ UDFൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയും കോഴിക്കോടിൻ്റെ ഭരണാധികാരം ഇത്തവണ UDFൻ്റെ കയ്യിൽ ഒതുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാ വിധത്തിലുള്ള കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ പ്രസ്റ്റീജ് ഫൈറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്രയും വാശിയേറിയ ഒരു വാക്ക് അതിനെപ്പറ്റി പറയണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. താങ്കൾക്ക് വേണ്ടി ഞാൻ തിരിച്ചു വന്നു. അതെ, തിരുവനന്തപുരവും കൊല്ലത്തിനേക്കാളും വ്യത്യസ്തമായ ഒരു നിലപാട് കോഴിക്കോടിനെ സംബന്ധിച്ചുണ്ട് കോർപ്പറേഷൻ. നേരത്തെ ഇവിടുത്തെ പത്മകുമാർ ആനുഷികമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് തൊട്ട് മുമ്പിരുന്ന 5 മേയർമാരെ പറ്റിയുള്ള വിജിലൻസ് കേസുകൾ നിലനിൽക്കുന്നു എന്നുള്ളത്. അതിന് ശരിയോ തെറ്റോ പോട്ടെ, കേസാണ്, ഒരാളുടെ പേര് കേസുണ്ട്, ആ വിധി വരുമ്പോഴാണ് ശരി. പക്ഷേ കോഴിക്കോട് ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി കോർപ്പറേഷന്റെ ഭരണത്തിൽ വരും എന്നുള്ളത് മറ്റതിനേക്കാൾ യാഥാർത്ഥ്യത്തിൽ. അതായത് തിരുവനന്തപുരമൊക്കെ ചൂരനാട് വെട്ടിക്കളഞ്ഞെങ്കിലും കോഴിക്കോട് ചന്ദ്രികയുടെ മുഖത്തുള്ള ചിരി നോക്കുക. അതായത് നിങ്ങളെ വിട്ടു, തിരുവനന്തപുരം നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് അവരുടെ ക്രെഡിറ്റ് ആയിരിക്കും. അതാണ് ക്രെഡിറ്റ് ആയിരിക്കും. അതെ അതെ. ഇതുപോലെ സഫർ ചെയ്യിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഈ ഇന്ത്യൻ മാലിന്യ പ്രശ്നം ഞാൻ വെല്ലുവിളിച്ച് ഞാൻ സാറിന് ചോദിക്കുന്നു. അതിൽ 1-ാം പ്രതി ശിവകുട്ടിയല്ലേ? ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയാൻ അവസരം. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയില്ലാതെ ഒരു പഞ്ചായത്തിലാ അവിടെ 3 ദിവസം കൂട്ടിയിട്ടു, അരമണിക്കൂർ കൊണ്ട് തുറന്നു കൊടുത്തല്ലോ. ചെറിയൊരു വാസ്തവം കരാറുണ്ടാക്കിയ സമയത്ത് 300 ടൺ സംസ്കരിക്കുമെന്ന് പറഞ്ഞ മിഷണറി സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് കരാർ ഒപ്പിട്ടിട്ട് നിങ്ങളിപ്പോ അഭിഭാഷക കമ്മീഷൻ വന്നപ്പോൾ ഡൽഹിയിൽ എത്രയുള്ള നമ്മുടെ ഹൈക്കോടതി വന്നപ്പോ 90 ടൺ സംസ്കരിക്കുന്ന മെഷീനാണ് സ്ഥാപിച്ചത്. അതാണ് അവിടെ ഡംപിംഗ് ഏടായി മാറിയത്. എന്നല്ല 90 ടൺ അവിടെ കൊണ്ടുപോയി സംസ്കരിച്ചോളാനാ പറഞ്ഞത്. ഞാൻ അതിനകത്ത് ഒരു ചെറിയ, എനിക്ക് ആങ്കർ അവതാരകൻ ഒരിക്കലും പക്ഷം പിടിക്കാൻ പാടില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പക്ഷം പിടിക്കണം. എന്താ കാരണം വെച്ചാൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഒരു നഗരസഭയ്ക്കും ഇതുപോലുള്ള എനിക്ക് ചന്ദ്രിക ചേച്ചിയോടുള്ള പക്ഷെ അവരുടെ ഒരു ദയനീയ അവസ്ഥയെ കുറിച്ച് എന്തൊരു പീഡനത്തിന് ഇരയായിട്ടുള്ള സ്ത്രീയാണ് ആന്റണി രാജു. നിങ്ങൾക്ക് എത്രത്തോളം ആ പാവപ്പെട്ട ഒരു ഗവൺമെന്റ് ഇതുപോലെ ഞങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറയേണ്ട കാര്യം. ഇപ്പൊ UDF ഭരിക്കണം, അവര് മത്സരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ മത്സരിക്കും, അധികാരം വെട്ടും, ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്ത് നിലപാടാണ്? അല്ല, ഇത്തവണത്തെ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഗവൺമെന്റുമായിട്ട് അനാവശ്യമായി കൺഫ്രണ്ടേഷൻ ഉണ്ടാക്കി മേയർ ദിവസവും പോയി മന്ത്രിമാരെ ഘെരാവോ ചെയ്യുക. തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കുക. മേയറുടെ പദവിക്ക് വോട്ട് നിരക്കുന്നത് ഞാൻ എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, ഈ നഗരത്തിലെ 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ മാലിന്യത്തെ മുക്കിക്കൊല്ലാൻ പോയപ്പോ മുഖ്യമന്ത്രിയുടെ അടുക്കൽ നമ്മൾ സമരം ചെയ്തു. ശരിയാണ്. അതുകൊണ്ടാണ് ഇവിടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകളാണ് മാലിന്യത്തിന്റെ 50%. ഒരെണ്ണം അടച്ചുകൂട്ടാനുള്ള നടപടി എടുത്തോ? ബീഫല്ലേ ചെയ്യേണ്ടത്? ബീഫല്ല, അറവുശാലകൾ അനധികൃതമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. 50% മാലിന്യങ്ങൾ ഈ മാംസാവശിഷ്ടങ്ങളാണ്. ഒരാളെ തിരിച്ച് ബീഫിലേക്ക് വരുത്താനുള്ള ഒരാളെ പേരിൽ നടപടി എടുത്തോ? അതേസമയം തട്ടുകടയ്ക്ക് നിങ്ങൾ ലൈസൻസ് ശരിയായി പ്രവർത്തിച്ച ഒരു അറവുശാല ഗവൺമെന്റ് പൂട്ടി, ഈ സ്ലോട്ടർ ഹൗസ് പൂട്ടിക്കളഞ്ഞു. നമ്മുടെ സ്വന്തം കോഴിക്കോട്
കോഴിക്കോട് കഴിഞ്ഞു, നമുക്ക് അടുത്ത ജില്ലയിലേക്ക് പോകാം. കോഴിക്കോട്ടെ ഒരു രാജ്യത്ത് പറ. പിന്നെ നമ്മൾ ഇപ്പൊ ഈ കാർഡിൽ കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത 2 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഒഞ്ചിയം പഞ്ചായത്ത് RMPയുടെ സ്വാധീനം. ഞാൻ പറഞ്ഞിരുന്നത് അല്ല, RMP ചിലയിടത്ത് ഞാൻ കോൺഗ്രസ് പറഞ്ഞത് 4 പഞ്ചായത്തില് പക്ഷെ അത് ആദ്യത്തെ ഒരു സെക്കൻഡ് ഒരു പക്ഷേ അത് എനിക്ക് തോന്നുന്നു, അതായത് ആ ഒരു പരസ്യമായിട്ടുള്ള സഖ്യം RMPയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ കാരണം വെച്ചാൽ CPM-നെ ബാധിക്കാൻ പോണേ അതല്ല, എന്താ കാരണം വെച്ചാൽ അത് RMP എന്നുള്ള ഒരു പാർട്ടിയുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനത്തിന് എതിരായിട്ടായിരിക്കും അത് ഭവിക്കുക. പലപ്പോഴും UDF-ആയിട്ട് സഖ്യം ഉണ്ടാക്കുന്നത് ആ പാർട്ടിയുടെ അസ്തിത്വത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ശരിയാണോ അന്മാറെ? തീർച്ചയായിട്ടും ഇല്ലേ? ഒരു പോയിന്റ് അതുണ്ട്. അതായത് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും, പക്ഷെ RMPയെ കോൺഗ്രസ് ആണ് ഉണ്ടാക്കിയെന്നുള്ള ആക്ഷേപം അതായത് അതൊക്കെ എന്തോന്ന് ന്യായമാണ്. CPM-ന് നിരന്തരമായ ആക്ഷേപം ശരിയായി വരും. അതായത് RMP പരോക്ഷമായ UDF-ന് എനിവേ നമുക്കറിയില്ല. പിന്നൊന്ന് ചക്കിട്ടപ്പാറ. ചക്കിട്ടപ്പാറയിലെ ഖനനം വലിയ ഇഷ്യൂ ആയതാണ് ഈ പറഞ്ഞ പോലെ. ഈ 2 പ്രധാനപ്പെട്ട വിഷയം വേണം ചേർത്തൊക്കെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഇതിനോട് ചേർക്കണം. ഞാൻ ആദ്യം തന്നെ RMP ഫാക്ടറി അല്ല, കഴിഞ്ഞ 7-ാം തീയതി വരെ നമ്മൾ ചർച്ച ചെയ്യല്ലേ. അടുത്ത ജില്ലയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത ജില്ല വയനാട്. ഇവിടെ വലിയ ഒരു എന്താ പറയുക വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. നോക്ക്, പെർസെന്റേജ് എത്രയാണ്? 81.5. ഇത് പഴയ കണക്കാണ്. ഇപ്പോൾ വന്ന ഈ ലെഗിലെ ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ജില്ല വയനാടാണ്. 81.5. എനിക്ക് ഒരു തരത്തിൽ പിടികിട്ടുന്നില്ല. എന്താ കാരണം വെച്ചാൽ വയനാട് ഇത്രത്തോളം ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഇല്ലല്ല, അവിടെ ഇന്ന് പ്രതികൂലമൊന്നുമല്ല. അവിടെ ഇന്ന് കാലാവസ്ഥ നല്ലതായിരുന്നു. ഈ മഴ അവിടെ ഇല്ല. മഴ ഏശിയത് ഇവിടെയും കൊല്ലത്തും മാത്രമേ ഉള്ളൂ. ഓക്കെ, 81.5. ഇത്രയും വലിയൊരു ഒരു പോളിംഗ് പെർസെൻറ്റേജ് ആണ് വയനാട് രേഖപ്പെട്ടിരിക്കുന്നത്. എന്താണ് അതിൽ നിന്ന് എന്തെങ്കിലും വായിക്കാൻ പറ്റും? അരണ്യരാജുവാണ് ഈ പോളിംഗ് പെർസെൻറ്റേജ് വായിക്കുന്നത്. പോളിംഗ് പെർസെന്റ് കൂടിയപ്പോൾ UDF-ന് നേട്ടമുണ്ടായത് വയനാട്. അത് SNDP BJP പത്മകുമാർ ആ വിട്ട ജില്ലയാണത്. ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞതിന് ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു ഏകദേശം 4 മെമ്പറോ 5 മെമ്പർമാരുടെ സഹായത്തോടു കൂടിയാണ് അന്ന് അവിടെ UDF ഒരു 100 പഞ്ചായത്ത് ഞങ്ങൾ അവരെ അന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ പിന്നെ ഇപ്പോൾ 5 വർഷക്കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ വയനാട് താങ്കൾക്ക് ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണോ? പിന്നെ അല്ല, ഈ പരീക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും തരത്തിൽ ഗുണകരമാവൂ? എന്ത് പരീക്ഷണം? നിങ്ങൾ ഉദ്ദേശിച്ച SNDP ആണ്. അത് സംശയം തോന്നുന്നു. കേരളത്തിൽ മൊത്തം ഞങ്ങൾ ഗുണകരമായി മാറും, സംശയം വേണ്ട. അത് അവിടെ മാത്രമല്ല, ഇടുക്കി. എനിക്ക് ഞാൻ ഈ പരീക്ഷണം എന്ന് പറയുമ്പോൾ പത്മകുമാറിന്റെ ഒരു ചിരിയ വരും. അത് കാരണം വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ വലിയൊരു പരാജയത്തിൽ നിന്നാണ് നിലനിൽക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ മെച്ചം ഉണ്ടാകുമായിരുന്നു പത്മകുമാറിന്. ശൂരനാടിന്റെ പ്രത്യേകത രാഷ്ട്രീയ എതിരാളികളോട് ഇത്രയും സ്നേഹവും വാത്സല്യവും ഞാൻ പാസ് കൊടുത്തേ ഉള്ളൂ, മൂപ്പര് കയറി സ്കോർ ചെയ്തു. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇടുക്കിയിലെ 3 അസംബ്ലി മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ കയ്യിലാണ്. അത് കൽപ്പറ്റയായാലും ബത്തേരി ആയാലും മാനന്തവാടിയാലും അത് ജില്ലയാണ്. പാർലമെന്റും ഒരു തർക്കമില്ലാതെ പറയാം. 2010 നോക്ക് 2010 നഗരസഭ 1 ആ 1 UDF-ന്. ജില്ലാ പഞ്ചായത്ത് 1, അതും മൃഗീയമായ രീതിയിൽ UDF-ന്. ബ്ലോക്ക് പഞ്ചായത്ത് 4, ആ 4 UDF-ന്. ഗ്രാമപഞ്ചായത്ത് 25, 25-ന് 22 UDF-ന്. നോൺ നെഗോഷ്യബിൾ. ഒരുപക്ഷെ UDF-നോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ബലാബലം. SRS എന്തെങ്കിലും പ്രതീക്ഷ കാണുന്നുണ്ടോ? വലിയ പ്രതീക്ഷയൊന്നും അവിടെ വെച്ച് വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രതീക്ഷ ഉണ്ടോ? ചെറിയ പ്രതീക്ഷയുണ്ട്. ഈ വിചാരിക്കുന്ന പോലെ എല്ലാം ഈ കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ UDF-ന് ഇത്തവണ അവിടെ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ മറ്റേ ഘടകം തന്നെയാണ്. ഏത്? ഒന്ന് 2010 രാഷ്ട്രീയ സ്ഥിതിയല്ല ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന LDF-ലെ ഘടകകക്ഷികളും തമ്മിലുള്ള ബന്ധത്തിലുള്ളത്. ഒരു ഘടകകക്ഷിയോടെ പോയി ഘടകകക്ഷിക്ക് പോയിട്ടുണ്ട്. എങ്ങനെ പോട്ടെ? അവരിനി അവർക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു വരട്ടെ. അവർ തിരിച്ചു വരുമോ?
തിരിച്ചു വരും എന്നാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓക്കെ, വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. നമ്മോടൊപ്പം ശ്രീ പി ജെയിംസും അതുപോലെ ശ്രീ ആനത്തലവട്ടം ആനന്ദനും വീണ്ടും നമ്മോടൊപ്പം ചേരുവാണ്. മറ്റ് ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചയിൽ നിന്ന് സാംശീകരിച്ച അല്ല, ഞാൻ ചില പറഞ്ഞോട്ടെ. കാര്യങ്ങൾ കൂടി അവർ രണ്ടുപേരും നമുക്ക് പകർന്നു നൽകാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങോട്ട് ഒന്ന് പോയിട്ട് തിരിച്ചു അല്ല, വയനാട്ടിലെ ഈ സ്ഥിതിയിൽ ഇപ്പം ഈ പറഞ്ഞ മൃഗീയമായ ഭൂരിപക്ഷമാണ് അവിടെ UDF ഉള്ളതെങ്കിലും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF നേരിയ ആശ്വാസത്തിൻ്റെതായിട്ടുള്ള തുരുത്ത് അവിടെ ഉണ്ടാകും. ശ്രീ ആനത്തലവട്ടം, അതായത് വയനാട് ജില്ല നമ്മൾ 2010 വേണമെങ്കിൽ അദ്ദേഹം വൈകി വന്നുകൊണ്ടൊന്ന് കാണിച്ചു പോക്കാം. 2010 മൃഗീയമായ ഭൂരിപക്ഷം, നോൺ നെഗോഷ്യബിൾ അല്ലേ ആന്റണി രാജു? ഒരു തരത്തിലും നിങ്ങൾക്ക് അടുക്കാൻ പറ്റാത്ത റിസൾട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. നോക്ക്, നഗരസഭ 1-1, ജില്ലാ പഞ്ചായത്ത് മൃഗീയം, ബ്ലോക്ക് പഞ്ചായത്ത് അപ്പാടെ, ഗ്രാമപഞ്ചായത്ത് 22-3. എന്തെങ്കിലും വ്യത്യാസം? ഇത്തവണ പുതിയ മുനിസിപ്പാലിറ്റി വല്ലതും ഉണ്ടോ അവിടെ? ഇല്ല. പുതിയ മുനിസിപ്പാലിറ്റി ഇല്ല. മുനിസിപ്പാലിറ്റി ഉണ്ടോ പുതിയത്? തിരിച്ചു വരാം. ശ്രീ ആനത്തലവട്ടം, എന്തെങ്കിലും ഒരു സാധ്യത അവിടെ കാണുന്നുണ്ടോ? ഇതാ മുനിസിപ്പാലിറ്റി, ഇതാ 2 മുനിസിപ്പാലിറ്റി പുതുതായിട്ട് വന്നിരിക്കുന്നു. അതായത് കൽപ്പറ്റ UDF മുനിസിപ്പാലിറ്റിയാണ്, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. അതുകൊണ്ട് ആളിന് മാറുന്നില്ല. ആള് പ്രതീക്ഷിക്കാനുള്ള വകുപ്പുണ്ടോ ശ്രീ ആനത്തലവട്ടം ഇവിടെ വയനാട്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവതികളുമായി പരിശോധിച്ചാൽ വലിയ പ്രതീക്ഷയാണ്. 2010 404 സീറ്റുമായിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് പോയത്. 2014 ആയപ്പോൾ 44 സീറ്റായി ഒരു തരത്തിൽ വന്ന് വീണുപോയി. ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഈ ചോദ്യം വയനാട് ചോദിക്കുമ്പോൾ ശ്രീ ആനത്തലവട്ടം ഞാൻ മനസ്സിൽ ആലോചിക്കായിരുന്നു എങ്ങനെയായിരിക്കും ഇതിനോട് ഉത്തരം പറയാൻ. വളരെ കൃത്യമായി, അതായത് ഡൽഹിയിലേക്ക് വണ്ടി കയറി തിരിച്ചു വരാനുള്ള വയനാടിന്റെ ഫ്ലൈറ്റ് പോലും ഇല്ല. എത്ര പെട്ടെന്നാണ് എത്തിയത്. അല്ല, ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. എന്താണ്? വയനാട്ടിൽ ഇപ്പൊ നിങ്ങളുടെ പക്ഷേ താങ്കൾ പറഞ്ഞതിനെ ഞാൻ ലഘൂകരിക്കല്ല. ഒരുപക്ഷെ വയനാടിന്റെ രാഷ്ട്രീയത്തിൽ കുറച്ച് ഒരു മെച്ചം 2010 അപേക്ഷിച്ചുണ്ടായോ? അതോ 2010 ശേഷം വേണമെങ്കിൽ ഒരു ഘടകകക്ഷി കൂടി താങ്കൾ നിന്ന് മാറിയതിന്റെ ഒരു പ്രത്യേകത അവിടെ ഉണ്ടോ? അവിടെ ഒരു ഘടകകക്ഷി മാറിയോ ഇല്ലെന്നുള്ളതല്ല, ജനങ്ങളുടെ മാറ്റത്തിനാണ് പ്രധാനം. ജനങ്ങളുടെ മാറ്റം ഇന്നത്തെ സാഹചര്യങ്ങളെ ആകെ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ മാറുന്നത്. ജനങ്ങൾ എപ്പോഴും ഒരുത്തരത്തിൽ ഇങ്ങനെ കമ്പിത്തോട് പോലെ നിൽക്കുകയല്ല. അവര് ഓരോ പ്രശ്നങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വരും. ഓക്കെ, നമുക്ക് ഈ ചർച്ചയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ജില്ലകളെയും മുൻനിർത്തി ആ ജില്ലകളെ നന്നായിട്ടറിയാവുന്ന നിങ്ങൾക്കെല്ലാം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ വയനാട് ജില്ലയെ മുൻനിർത്തി വയനാട് ജില്ലയുടെ സ്പന്ദനങ്ങളും ഉൾപ്പിരിവുകളും അതിൻ്റെ എല്ലാ വൈവിധ്യമാർന്ന തലങ്ങളും അറിയാവുന്ന ശ്രീ OK ജോണിയെ നമ്മൾ ഒരുപക്ഷെ വയനാടിൻ്റെ ഒരു വിശദീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. ജോണി, ഇപ്പോൾ വയനാട് ഒരു UDF അനുകൂല ജില്ലയാണെന്ന് ആണ് പറയാറ്. പക്ഷേ പല പഞ്ചായത്തുകളിലും പല നഗരസഭകളിലും ഇതിനു മുമ്പും LDF പലപ്പോഴായി അധികാരത്തിലെത്തുകയും സീറ്റുകൾ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തവണ വാസ്തവത്തിൽ കഴിഞ്ഞ വട്ടത്തേക്കാൾ LDF-നാണ് മുൻതൂക്കമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പല ഘടകങ്ങൾ അതിന് സഹായകമായിട്ടുണ്ട്. ഒന്ന്, BJP എല്ലാ കാലത്തും ഇവിടെ മത്സരിക്കാറുണ്ടായിരുന്നെങ്കിലും ഇത്തവണ BJP-യും SNDP-യും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് വയനാട്ടിലും പ്രകടമാണ്. വാസ്തവത്തിൽ വയനാട്ടിലെ SNDP അണികളും SNDP നേതൃത്വവും പരമ്പരാഗതമായി കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നവരാണ്. അവർ വാസ്തവത്തിൽ ഒരുമിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് UDF വോട്ടുകളാണ് വാസ്തവത്തിൽ ഈ BJP സ്ഥാനാർത്ഥികൾക്ക് പോകാനുള്ള സാധ്യത. അത് വാസ്തവത്തിൽ LDF-ന് നഷ്ടമല്ല, ലാഭമാണ് ഉണ്ടാക്കുക. ആ ഒരു ഘടകം വയനാട്ടിൽ പല പഞ്ചായത്തുകളിലും പ്രതിഫലിക്കാൻ ഇടയുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മാനന്തവാടി നഗരസഭയും കൽപ്പറ്റ നഗരസഭയും ഇത്തവണ LDF-ന് ലഭിക്കാനാണ് സാധ്യത. വയനാടാണ് മൂന്നാമത്തെ ഒരു നഗരസഭ പുതുതായി ഉണ്ടായത്. അവിടെ പക്ഷേ UDF-നാണ് സാധ്യത എന്നാണ് നമുക്ക് വിലയിരുത്താൻ തോന്നുന്നത്. ആനന്ദ രാജു, എനിക്കൊന്ന് ശ്രീ ആനത്തലവട്ടം പ്രകടിപ്പിച്ച ശുഭാപ്തി വിശ്വാസത്തെ ഭാഗികമായിട്ടെങ്കിലും അടിവരയിടുന്ന ഒരു എക്സ്പേർട്ട് കമൻ്റാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ജോണിക്ക് പ്രത്യേകിച്ച് പ്രകടമായിട്ടൊരു ചായ്വുമില്ല. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ്. ശൂരനാണ്ട് അറിയില്ലേ? ശൂരനാണ്ട് അറിയുന്നില്ലേ? അറിയാം. അദ്ദേഹം പറഞ്ഞതിൽ വല്ല അപാകതയുണ്ടോ?
അല്ല അപാകതയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അപാകതയില്ലല്ലോ. അപാകതയില്ല. ആ, ഓക്കേ. അത്രയെങ്കിലും സംഭവിച്ചു. അതായത് അപാകത ഇല്ലാത്ത ആളാണ് ജോണി. ജഡ്ജിക്ക് കുഴപ്പമില്ല, ജഡ്ജിമെന്റിന്റെ കുഴപ്പമുണ്ട്. ഓക്കെ, എല്ലാവരും ഒരു കാര്യം വളരെ കൃത്യം. നമ്മളിപ്പോൾ പലപ്പോഴും പി ജെയിംസിനെ പോലെ മാധ്യമപ്രവർത്തകർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മളൊരു ലൈൻ എടുക്കുമ്പോൾ, വെർട്ടിക്കൽ ലൈൻ എടുക്കുമ്പോൾ അത് എല്ലായിടത്തും ഒരേപോലെ സ്വാധീനം ചെലുത്തണമെന്നില്ല. ഈ SNDP BJP ഫാക്ടർ ചില ജില്ലകളിൽ വേണമെങ്കിൽ അത് ഇടതുപക്ഷത്തിനെതിരായിരിക്കാം, മറ്റു ചില ജില്ലകളിൽ വേണമെങ്കിൽ UDF-നെതിരായിരിക്കും. അങ്ങനെ താങ്കൾ ഓൾറെഡി പറഞ്ഞല്ലോ BJP ഇവിടെ തോക്കാൻ പോകുന്നതിന്റെ കാരണം SNDP ആണ് താങ്കൾ പറഞ്ഞു വെച്ചില്ലേ? വയനാടിന്റെ സവിശേഷ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ SNDP BJP ബന്ധം കൊണ്ട് UDF-ന്റെ വോട്ടുകൾ ചോരുമെന്നും അതിന്റെ പ്രയോജനം LDF-ന് കിട്ടുമെന്നുള്ള നിരീക്ഷണമാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ ഒരു പുതിയ അത് മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണത്. അതെ, ഒരു നിരീക്ഷണമാണ്, അതുകൊണ്ട് ശ്രദ്ധേയമാണത്. ആ നിരീക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയും അല്ല, ഇവരെല്ലാവരും പറയുന്ന ഒരു വലിയ കാര്യം. ഞാൻ പറഞ്ഞാൽ എന്റെ ആന്റണി രാജു പലപ്പോഴും BJP-ക്ക് വോട്ടുകൾ കൂടുതൽ കിട്ടിയ സമയത്ത് പല ഘട്ടങ്ങളിലും LDF-ന് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ലീനിയറിൽ മാത്രം പോകുന്നതല്ല, അത് നോൺ ലീനിയർ ആണ്. നോൺ ലീനിയർ പൊളിറ്റിക്സ് അല്ലേ ഇപ്പോഴത്തെ കാലത്ത്. വയനാടിന്റെ സവിശേഷമായ സാഹചര്യത്തില് ഇപ്പോൾ SNDP ഫാക്ടർ UDF-നെതിരായി ഭവിക്കുമെന്നാണ് അവിടെ നിന്ന് ലഭിച്ച ഗ്രൗണ്ടിൽ നിന്ന് വെച്ചൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ. അതിന് തീർത്തും എഴുത്തള്ളിക്കൂടാ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അല്ല, അവിടെ ജെയിംസിന്റെ അഭിപ്രായം ചോദിക്കട്ടെ. ജെയിംസ്, എനിക്ക് ഇവരൊക്കെ പറഞ്ഞത് കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ്. കാരണം ഇപ്പൊ കണ്ണൂര് പാർട്ടിയുടെ CPM-ന്റെ കോട്ടകളുണ്ട്, അതുപോലെ അറിയപ്പെടുന്ന ഒരു കോട്ടയാണ് വയനാട്. ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഒരുപക്ഷെ LDF-ന് ചെറിയ തോതിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കിയേക്കാം. പക്ഷെ വയനാട് കഴിഞ്ഞ ഒരു 10-20 വർഷത്തേക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ വയനാട് എപ്പോഴും UDF-ന്റെ കൂടെ വളരെ ശക്തമായിട്ട് നിൽക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ റിബൽ ശല്യം, അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ അത്ര വലിയ ഗ്രൂപ്പ് വഴക്ക്, അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള തരത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ വയനാട് UDF-ന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസിന്റെ. ജെയിംസ്, നമ്മുടെ ചോദ്യം അതല്ല. അതായത് 2010 ഒരു ടാലി നമ്മൾ കാണിച്ചു, മൃഗീയമായിട്ടുള്ള. അതിൽ നിന്ന് UDF താഴോട്ട് വരും, LDF-ന് മുന്നോട്ട് പോകും. പക്ഷേ UDF-നായിരിക്കും വലിയ. അതായത് പൊതുവായിട്ടൊരു കൺസെൻസസ്, അതായത് വീക്ഷണത്തിന്റെ സാരഥി അജിത്തും മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ ടാലി, ഈവൻ ആന്റണി രാജുവും പരോക്ഷമായിട്ടത് സപ്പോർട്ട് ചെയ്തു. വേണമെങ്കിൽ UDF-ന്റെ ടാലി താഴേക്ക് പോകാം, നിങ്ങളുടെ നില മെച്ചപ്പെടുത്തിയേക്കാം. അതിൽ താങ്കൾ തൃപ്തനാണോ? അത്രയും മതിയോ? അതല്ല, അമിത വിശ്വാസമൊന്നും ഓവർ കോൺഫിഡൻസ് ഒന്നുമല്ല. പക്ഷെ ഇവിടെ നേരത്തെ ജോണി പറഞ്ഞല്ലോ, അദ്ദേഹവും യുക്തിഭദ്രമായിട്ട് സംസാരിച്ചു തുടങ്ങി. എന്താ കാരണം വെച്ചാൽ ഭൂരിപക്ഷം കിട്ടുമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ നില മെച്ചപ്പെടുത്തും. അല്ലേ? മെച്ചപ്പെടുത്തും. ഇത്രത്തോളം യോജിപ്പ് വേറെ ഏത് പാനലിലാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? ആന്റണി രാജു, ഞങ്ങളെല്ലാം യോജിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മുഴുവൻ തിരിച്ചടി കിട്ടുന്നതിൽ ഒരു പ്രയോജനമില്ല. ഉൾക്കൊള്ളാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെങ്കിൽ അവരുടെ പ്രവർത്തനം കൊണ്ടല്ല, കോൺഗ്രസിന് കിട്ടിക്കൊണ്ടത് വോട്ട് കുറയുന്നത് കൊണ്ടാണ് എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ സാർ, ഞാനൊന്ന് പറയട്ടെ, എന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. അതാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മേന്മയൊന്നും അവകാശപ്പെടാനില്ല. രണ്ട്, ഇപ്പൊ SNDP-യും BJP-യുമായിട്ടുള്ള സഖ്യത്തിൽ കുറയാൻ പോകുന്നത് UDF-ന്റെ വോട്ടാണ്, ആ കിട്ടുന്നത് BJP-ക്കാണ്. അതും ശരിയാണല്ലോ. ഈ രണ്ട് ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രകാരം UDF-ന് ഉണ്ടാകാൻ പോകുന്ന ക്ഷീണത്തിന്റെ പ്രയോജനം കിട്ടാൻ പോകുന്ന LDF-നാണ്. അത് ക്ഷീണം ഉണ്ടാകാൻ പോകുന്നതിന് കാരണം UDF-ന്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾ BJP-യിലേക്ക് കുറച്ച് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നിങ്ങളുടെ ആ നിരീക്ഷകൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ നിരീക്ഷകൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാനുണ്ടോ? ഉണ്ടല്ലോ. ഈ വയനാട് മാത്രമല്ല, കേരളത്തിലെ ആകെയുള്ള സ്ഥിതി BJP-ക്ക് കുറച്ച് വോട്ട് കിട്ടുന്നെങ്കിൽ അത് കോൺഗ്രസിന്റെ വോട്ടാണ് പോകുന്നത്. രണ്ട്, ഞങ്ങൾക്ക് ഒരു ഭയപ്പാടുമില്ല, നിങ്ങൾക്ക് വലിയ അമിതമായ ഉത്കണ്ഠ. രണ്ട്, SNDP യോഗം നമ്മുടെ നാട്ടിലെല്ലാം SNDP യോഗം കൊണ്ട് നടക്കുന്നവർ നല്ല സെറ്റ് കോൺഗ്രസ്സാണ്. SNDP-യുടെ നേതാക്കന്മാർ മുഴുവൻ കോൺഗ്രസ്സാണ്. അപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈഴവരായ ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, മറ്റ് പല പാർട്ടികളിലുമുണ്ട്.
അവരവിടെ അവിടെ നിൽക്കും. അല്ല ഇതെനിക്ക് തോന്നുന്നു ജെയിംസ് എന്താ കാരണം വെച്ചാൽ നമ്മളെപ്പോഴും നിൽക്കും. അപ്പൊ ഈ- അല്ല, വരാൻ എനിക്ക് പോകുന്ന ഒരുപക്ഷെ ചോർച്ച നമ്മൾ എന്ന് വയനാട് നിന്ന് അല്പം ഒന്ന് മാറി കോൺഗ്രസിനാണ് പിടിക്കുകയാണ് അവിടെ ചോർച്ച വരാൻ ക്ഷേത്രത്തിലവട്ടം. ഒരു സെക്കൻഡ്, താങ്കൾ പറഞ്ഞതിന്റെ ഒരു പൊരുളിലേക്ക് നമ്മൾ കിടക്കാണ്. അതായത് SNDP BJP ബന്ധം നമ്മളെല്ലാം കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പൊതുവെ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടിരിക്കുന്നത്, അത് ഹിറ്റ് ചെയ്യാൻ പോകുന്നത് CPM-നാണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ഒരു മുൻവിധിയോടെ. പിന്നീട് അത് സംബന്ധിച്ചുള്ള എല്ലാ അനുമാനങ്ങളും നിഗമനങ്ങളും വന്നത് ആ ഒരു അർത്ഥത്തിലാണ്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് SRSഉം CRത്തിലവട്ടവും സമർത്ഥിക്കുന്നുണ്ട്, മാധ്യമങ്ങളും സമ്മതിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒരു വാദഗതി അതിൻ്റെ സ്റ്റീം പോയി, കെമിസ്ട്രി എവിടെയോ കുഴപ്പമുണ്ടായി, കുഴഞ്ഞു പോയി എന്നുള്ള ഒരു അഭിപ്രായമാണ്. അപ്പൊ അവര് തന്നെ സമ്മതിക്കും. അത് പിന്നെ പത്മകുമാർ അതല്ല, അങ്ങനെ കുഴയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ തോന്നും. വെള്ളാപ്പള്ളി തന്നെ സമ്മതിച്ച്. വെള്ളാപ്പള്ളി ഒന്നും സമ്മതിക്കില്ല സാറേ. ഇത് കുറച്ച് കഴിയുമ്പോൾ 7-ാം തീയതി നമ്മൾ കാണുമല്ലോ വീണ്ടും. അല്ല നാളെ മാറ്റി പറയും. പിന്നെ ആനണി രാജു പത്മകുമാറിനെ ഇവിടുന്ന് അല്പം അങ്ങോട്ട് ഇറക്കിയ പത്മകുമാറിനോട് പറയേണ്ട കാര്യമാണ്. അല്ല അതുകൊണ്ട് പറയില്ല, 7-ാം തീയതി നമ്മൾ കാണുമല്ലോ. കഴിഞ്ഞ അരുവിക്കരയെ നമ്മൾ പക്ഷേ കണ്ടതാണ്. ഇത് ആനത്തലവട്ടം പറഞ്ഞൊരു പോയിന്റ്. അതായത് നിങ്ങൾ അങ്ങനെ കാണരുത് രാഷ്ട്രീയത്തെ. ആനത്തലവട്ടത്തിന് സഹിക്കാൻ പറ്റില്ല. കാര്യം സ്വന്തം ചവിട്ടി ചെയ്യുന്ന മണ്ണല്ലേ അല്ല സാറേ, അത് ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞ വെച്ചാൽ കാണാമല്ലോ. ഇത് ഇടതുപക്ഷത്തിനെ ബാധിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ UDF-നെ ആണ് ബാധിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അതൊരു പ്രത്യേക സ്ഥലത്ത് വയനാടുമായി ബന്ധപ്പെട്ട് അവിടെ SNDP പ്രവർത്തകർ കൂടുതലും കോൺഗ്രസിനായി വോട്ട് ചെയ്യുന്ന ആളുകളാണെന്നുള്ള വിലയിരുത്തുന്നത് അത് മൊത്തം ഒരു അളവുകൾ കേരളത്തിൽ എടുക്കണ്ട. വയനാട് ഒരു കേരളത്തിൽ എടുക്കണ്ട, മൊത്തം അളവുകൾ നമ്മൾ വയനാടിലേക്ക് വയനാട്ടിൽ വേറൊരു ഇഷ്യൂ ഉണ്ട്. വയനാട് ഇഷ്യൂലേക്ക് വരാം. ഓക്കെ, ഇഷ്യൂസ് മറ്റ് ഇതാണ് വയനാട് ഇഷ്യൂസ്. കാര്യങ്ങൾ മറ്റ് ജില്ലകളിൽ വരുന്നു ഇഷ്യൂസ്. കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദിവാസി ഭൂസമരങ്ങൾ എനിക്കൊന്ന് കഴിഞ്ഞൊരു ഒരു അഭിപ്രായമുണ്ട്. ആദിവാസി ഭൂസമരത്തിന്റെ ക്രെഡിറ്റ് ഇവർക്ക് കിട്ടൂല. കാരണം 1975 ആദിവാസികളുടെ നഷ്ടപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരു നിയമം ഐകണ്ഠേന പാസ്സാക്കിയിട്ട് അട്ടിമറിച്ചത് LDF ആണ്. സാറേ, ഇതിന്റെ നേട്ടവും കോട്ടത്തെ കുറിച്ച് സംസാരിക്കും. വിഷയം എന്താണെന്ന് ഞാൻ അവതരിപ്പിക്കട്ടെ. ഒന്ന് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറിക്കോളൂ. ആദിവാസി ഭൂസമരങ്ങൾ വിഷയം കറക്റ്റാണോ? കറക്റ്റാണ്. കർഷക ആത്മഹത്യകൾ അരുണി രാജു കറക്റ്റാണോ? എത്ര പേരവിടെ ആത്മഹത്യ? ഇപ്പൊ കമ്പാരിറ്റീവ്ലി കുറവാണ്. തോട്ടം മേഖല വന്യജീവി ആക്രമണം. സാർ, ഇത് അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പിക്കപ്പ് ചെയ്താണ്. ഓക്കെ, അത് പറഞ്ഞോളൂ. അടുത്തത് ആരോഗ്യ മേഖലയുടെ പിന്നോക്കാവസ്ഥ, ആദിവാസി ശിശുമരണങ്ങൾ, വികസന പിന്നോക്കാവസ്ഥ, കുടിവെള്ളം, റോഡ്. വയനാട്ടിലെ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ആർക്ക് അനുകൂലമാവും ആർക്ക് പ്രതികൂലമാകും എന്നുള്ളത് നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു. ഇപ്പോൾ പത്മകുമാർ പറഞ്ഞിരിക്കുന്നു ആദിവാസി ഭൂസമരങ്ങൾ ഷിയാരത്തിൽവട്ടത്തിന്റെ പാർട്ടി നടത്തിയെന്ന്. അതല്ല ഞാൻ പറഞ്ഞത്. ആദിവാസികൾക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് 75 അടിയന്തരാവസ്ഥ കാലത്ത് ആരും മിണ്ടിയിൽ എതിർത്തില്ല. ഐകണ്ഠേന പാസ്സാക്കി. അതിലെ സെക്ഷൻ 3 എന്ന് പറയുന്നത് ഈ പത്മകുമാർ ഒരു വക്കീലായതിന്റെ എല്ലാ ആ സെക്ഷൻ പറയുന്നത് അത് പറഞ്ഞാലേ മനസ്സിലാവും. സെക്ഷൻ പറഞ്ഞത് ഇത് certain transfer to be invalid എന്നാണ്. ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ. ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടോ? ഒരു സെക്കൻഡ്, ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടോ? കോടതിയിൽ പറയാതെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. സെക്ഷനിലൊരു രാഷ്ട്രീയമില്ല. ട്രാൻസ്ഫർ ടു ബി ഇൻവാലിഡ് എന്നാണ് ആക്ട് പറയുന്നത്. അതാണ് അതിന്റെ പ്രധാന ഇവര് പാസ്സാക്കിയ വയനാട് കാലത്ത് പാസ്സാക്കിയ നിയമം വെച്ചാൽ വാലിഡേഷൻ ഓഫ് സർട്ടൺ ട്രാൻസ്ഫർ. അപ്പൊ അതോടുകൂടി ആ മെയിൻ ആക്ട് പോയി. ഒരു സെക്കൻഡ്, നിങ്ങളുടെയൊക്കെ അനുമതിയോട് കൂടിയിട്ട് പത്മകുമാർ എന്നുള്ള നിയമജ്ഞന് അല്ലെങ്കിൽ അഭിഭാഷകന് നമുക്കൊരു കുറച്ച് മാർക്ക് കൂടുതൽ ഇട്ടേക്കാം. പക്ഷെ ഈ രാഷ്ട്രീയ പോയിന്റ് വരുമ്പോൾ ആ മാർക്ക് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഒരു പാവം പോയി പ്ലാവിന് കേസ് കൊടുത്ത് പ്ലാവ് അവരുടെ പോയി അപ്പുറത്തെ ജന്മി മുറിക്കാമെന്ന് പറഞ്ഞു. അവസാനം വക്കീല് ഈ പ്ലാവത്തിന്റെ വക്കീല് നല്ല ഭംഗിയായിട്ട് അവര് പറഞ്ഞു, വക്കീല് നല്ല കൊത്തി, കോഴി കൊത്തുന്ന പോലെ കൊത്തി, പക്ഷെ പ്ലാവ് കൊച്ചപ്പിക്കായിപ്പോയി. ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. ആദിവാസികളുടെ നഷ്ടപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്ന നിയമം പാസ്സാക്കി അതിനെ അട്ടിമറിച്ചത് ആദിവാസി പ്രശ്നത്തിന്റെ പ്രയോജനം BJP കിട്ടും. ഓക്കെ, ചൂരനാട് ആദിവാസി പ്രശ്നത്തിന്റെ പ്രയോജനം നിയമം പാസ്സായതിന്റെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ 970 ഭൂനിയമം പാസ്സാക്കി ഭൂമി കിട്ടിയ വേലി കെട്ടി കയ്യേറി
അപ്പോഴേ കിട്ടിയുള്ളൂ. നിയമം പാസ്സായിട്ട് കിട്ടിയെന്നല്ല. ഈ സംവിധാനത്തിൽ ആ നിയമം പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടിയുള്ള ഭൂരിപക്ഷ സമുദായത്തോട് കാണിച്ച ഏറ്റവും വലിയ വഞ്ചന. ഭൂരിപക്ഷ സമുദായത്തിന് ഇവിടെ എന്താ പ്രസക്തി? ഒരു കൺസെൻസത്തിക്ക്, അതായത് നമ്മുടെ ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും മനുഷ്യരാണ്. നിങ്ങളെ പാവപ്പെട്ട നെൽകൃഷിയും തെങ്ങുകൃഷിയും നടത്തി വയനാടാണ് ഇവിടെ ചർച്ച കേട്ടോ. വയനാടാണ് ഇവിടെ ചർച്ച. അവിടെ BJP CPM തമ്മിലല്ല ഫൈറ്റ്. അവിടെ LDF UDF ആയിട്ടാണ്. ഒരു സെക്കൻഡ് നമ്മുടെ SRS ഒരു പോയിന്റ് പറയാൻ വേണ്ടി മുട്ടുവാണ്. പറയൂ സാർ. അല്ല, ഞാനിതാ പറഞ്ഞത്, അവിടുത്തെ കർഷക സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് BJP അല്ല. BJPക്ക് ഇപ്പോൾ ഈ പോയിന്റും പറഞ്ഞ് നടക്കാം. അവിടെ ഈ കർഷക ആത്മഹത്യയൊക്കെ നടന്ന സമയത്ത് അവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അവിടുത്തെ കർഷക സംഘമാണ്. കർഷക സംഘം എന്ന് പറഞ്ഞാൽ CPM നേതൃത്വം കൊടുക്കുന്നത്. സെക്ഷൻ 7 അല്ല. ഞങ്ങള് അവിടെ ഒന്നും ചെയ്തില്ല. ഞങ്ങള് നോക്കൂത്തിയ പോലെ ഇരിക്കുന്ന എല്ലാ അതുകൊണ്ടാണല്ലോ ഈ അവിടുത്തെ SNDP BJP സഖ്യത്തിന്റെ രസതന്ത്രത്തെ കുറിച്ച് നമ്മുടെ ഇൻഡിപെൻഡന്റ് നിരീക്ഷകൻ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം കുറച്ച് പ്രയോജനം കിട്ടുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞതിന് നൂൽപ്പുഴ പഞ്ചായത്തില് 4 പേരും ഞങ്ങൾ ജയിച്ചു. ഇവരുടെ കർഷക സമരം കൊണ്ടാ ഞങ്ങള് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയതുകൊണ്ട്. ഞാൻ വിചാരിച്ചു താങ്കൾക്ക് ഈ പറഞ്ഞ ഇടുക്കി ജില്ലയുടെ ചാർജാണ്, ഇപ്പൊ വയനാടിന്റെ ചാർജ് ഉണ്ടോ? അത് ശരി. അപ്പൊ നമ്മൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. അതിനുശേഷം വയനാടെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു ജില്ലകളെ കുറിച്ചും നമ്മൾ സമഗ്രമായിട്ട് വിശകലനത്തിലേക്ക് വിധേയമാണ്.